വിജയിച്ചവരെ പറ്റി ചരിത്രം എപ്പോഴും സംസാരിക്കാറുണ്ട്. എന്നാൽ ഇതിനിടയിൽ പരാജയപ്പെട്ടവരുമുണ്ട്. വിജയിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും പരാജയപ്പെട്ടവരുടെ കഥ കൂടി അറിഞ്ഞിരിക്കണം. കാരണം എന്തുകൊണ്ടാണ് അവർ പരാജയപ്പെട്ടതെന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് ബിസിനസ് ആരംഭിക്കുന്നവർക്ക് വളരെയധികം പ്രയോജനപ്രദമായിട്ടുള്ള കാര്യമാണ്. ഇന്നത്തെ വീഡിയോയിൽ വിജയ് മല്യയെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഫാക്ട്സ് എക്സ്പ്രസ് മലയാളം ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനലിൽ പുതിയ ആളാണെങ്കിൽ ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വിജയ് മല്യ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് 9,000 കോടി രൂപയുടെ കടമുണ്ടാക്കി ഒളിച്ചോടിയെന്ന് ആരോപിക്കപ്പെടുന്ന ആളുടെ മുഖമാണ്. എന്നാൽ വിജയ് മല്യ ഒരിക്കൽ ലോകത്തിലെ ഏറ്റവും ശക്തരായിട്ടുള്ള വ്യവസായികളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്ന ആളാണ്. യുണൈറ്റഡ് ബ്രൂവറീസ്, കിങ് ഫിഷർ തുടങ്ങിയ വലിയ ബ്രാൻഡുകൾ നടത്തുന്ന ഈ വ്യക്തി അക്കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നരിൽ ഒരാളായിരുന്നു. എന്നാൽ 2016 വിജയ് മല്യയ്ക്ക് രാജ്യം വിട്ട് ലണ്ടനിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. അതിനിടയാക്കിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. തീർച്ചയായിട്ടും ഏതൊരാളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണിത്. വിറ്റാൽ മല്യയുടെ മകനായിട്ടാണ് വിജയ് മല്യ ജനിച്ചത്. വിറ്റാൽ മല്യ ഒരു സാധാരണ ആളായിരുന്നില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. യുണൈറ്റഡ് ബ്രൂവറീസ് ലിമിറ്റഡ്, കാഡ്ബറി, കിസാൻ തുടങ്ങിയവയുടെ എല്ലാം ബോർഡ് ഓഫ് ഡയറക്ടറായി ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം വർഷാവർഷം തൻ്റെ ബിസിനസ് വളരെ വേഗത്തിൽ വിപുലീകരിച്ചു. 1970 ആയപ്പോഴേക്കും ഡിസ്റ്റിലേഷൻ, പോളിമർ, ബാറ്ററി, ഫുഡ് തുടങ്ങിയ നിരവധി വലിയ വ്യവസായങ്ങൾ അദ്ദേഹം തൻ്റെ ബിസിനസ്സിൽ ഉൾപ്പെടുത്തി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ ആസ്തി ഏകദേശം 300 കോടി രൂപയിലെത്തി. നിർഭാഗ്യവശാൽ 1983 അദ്ദേഹത്തിൻ്റെ 60-ാം വയസ്സിൽ വിറ്റാൽ മല്യ മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു മകനായിരുന്ന വിജയ് മല്യ വിറ്റാൽ മല്യയുടെ മരണശേഷം ഈ കമ്പനികളുടെ എല്ലാം ചുമതല ഏറ്റെടുത്തു. വിജയ് മല്യ യുണൈറ്റഡ് ബ്രൂവറീസ് ഏറ്റെടുക്കുന്ന സമയത്ത് ഈ കമ്പനിയുടെ വിറ്റുവരവ് 300 കോടിക്ക് അടുത്തായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രയത്നത്താൽ വിജയ് മല്യ ഈ വിറ്റുവരവ് ഇരട്ടിയാക്കാൻ ആഗ്രഹിച്ചിരുന്നു. പിതാവിനെ പോലെ വിജയ് മല്യയും തന്റെ ബിസിനസ് വിപുലീകരിക്കുന്നതിനെ കുറിച്ചാണ് ചിന്തിച്ചത്. ഇതിനായിട്ട് കെമിക്കൽ, എഞ്ചിനീയറിംഗ്, ന്യൂസ് പേപ്പർ, ബോളിവുഡ് മാഗസീൻസ് തുടങ്ങിയ നിരവധി കാര്യങ്ങൾ തന്റെ ബിസിനസ്സിൽ ഉൾപ്പെടുത്തി. എന്നാൽ മദ്യവ്യാപാരത്തിൽ നേടിയ അത്രയും വിജയം വിജയ് മല്യയ്ക്ക് ഈ ബിസിനസ്സിൽ നിന്നൊന്നും കിട്ടിയില്ല. തൻ്റെ ബിയർ ബ്രാൻഡായ കിങ് ഫിഷറിനെ ഇന്ത്യയൊട്ടാകെ ജനപ്രിയമാക്കാൻ അദ്ദേഹം കഠിനമായി പരിശ്രമിച്ചത് കൊണ്ടാണ് അത് വലിയ വിജയം നേടിയത്. IPL തൻ്റെ ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യുന്നതിനായി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ടീമിനെ പോലും അദ്ദേഹം വാങ്ങി. ഇതോടൊപ്പം കിങ് ഫിഷർ ഇന്ത്യയിലെ കൂടുതൽ ശ്രദ്ധ നേടാൻ വേണ്ടി കിങ് ഫിഷറിന്റെ കലണ്ടറും അദ്ദേഹം പുറത്തിറക്കി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ബിയർ ബ്രാൻഡിന് ഇന്ത്യയിൽ വലിയ പ്രചാരം ലഭിച്ചു. വിജയ് മല്യയുടെ ഈ വിജയം കണ്ട് സതേൺ കാലിഫോർണിയ യൂണിവേഴ്സിറ്റി അദ്ദേഹത്തെ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലെ ഹോണറി ഡയറക്ടർ ഓഫ് ഫിലോസഫി നൽകി ആദരിക്കുകയും ചെയ്തു. വിജയ് മല്യയുടെ ബിസിനസ് ആകാശത്തോളം ഉയർന്നിരുന്നു. എന്നാൽ പിന്നീട് വിജയ് മല്യയുടെ ഒരു പ്രധാനപ്പെട്ട തീരുമാനം അദ്ദേഹത്തിന്റെ പരാജയത്തിന്റെ ഒരു തുടക്കമായി മാറി. അതുവരെ ആൽക്കഹോളിക് ബീവറേജ് ബിസിനസ്സിൽ പ്രവർത്തിച്ചിരുന്ന വിജയ് മല്യയ്ക്ക് പെട്ടെന്ന് എയർലൈനുകൾ ആരംഭിക്കുന്ന ബിസിനസ്സിൽ താല്പര്യമുണ്ടായി. അങ്ങനെ 2005 വിജയ് മല്യ തന്റെ മകന്റെ ജന്മദിനത്തിൽ എയർലൈൻ സർവീസ് ആരംഭിച്ചു. 2005 മുംബൈയിൽ നിന്നും ഡൽഹിയിലേക്ക് അദ്ദേഹത്തിന്റെ കിങ് ഫിഷർ എയർലൈൻസ് വിമാനത്തിന്റെ ആദ്യ യാത്ര ആരംഭിച്ചു. തുടക്കത്തിൽ ഇദ്ദേഹത്തിന് 2 എതിരാളികൾ ഉണ്ടായിരുന്നു. ഒന്ന് ജെറ്റ് എയർവേസും മറ്റൊന്ന് എയർ ഡെക്കാനും ആയിരുന്നു. ഇവർ രണ്ടുപേരും ഫീൽഡിലെ ഏറ്റവും മികച്ച കോമ്പറ്റീറ്റർ ആയിരുന്നു. കിങ് ഫിഷർ എയർലൈൻസിൽ തുടക്കത്തിൽ ടിക്കറ്റ് വില തീരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ആളുകൾ കിങ് ഫിഷർ എയർലൈൻസ് തേടിയെത്തി. അങ്ങനെ ഈ വിമാനം നല്ല ലാഭത്തിൽ മുന്നോട്ട് പോയി. വിജയ് മല്യ തന്റെ ഉപഭോക്താക്കൾക്ക് വായുവിൽ തന്നെ ഒരു 5-നക്ഷത്ര ഹോട്ടലിന്റെ ആഡംബര സൗകര്യങ്ങൾ നൽകണമെന്ന് ആഗ്രഹിക്കുകയും അതിനായി ബാങ്കുകളിൽ നിന്ന് വലിയ വായ്പകൾ എടുക്കുകയും ചെയ്തു. വിജയ് മല്യ തന്റെ എയർലൈനിൽ യാത്രക്കാർക്ക് ചൂടുള്ള ഭക്ഷണവും വില കൂടിയ മദ്യവും ഉൾപ്പെടെ നിരവധി ആഡംബര സൗകര്യങ്ങൾ നൽകി. തുടർന്ന് ആളുകൾ അദ്ദേഹത്തിന്റെ ആഡംബര സേവനങ്ങൾ ഇഷ്ടപ്പെടാൻ തുടങ്ങി. എന്നാൽ ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത പണത്തിന്റെ ഒരു ഭാഗം അദ്ദേഹം തന്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ചെലവാക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യയിലെ 5% ആളുകളും ആഭ്യന്തര യാത്രയ്ക്കായിട്ട് കിങ് ഫിഷർ എയർലൈനിൽ യാത്ര ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കിങ് ഫിഷർ എയർലൈൻ ഇന്ത്യയിലെ 2ാമത്തെ വലിയ വിമാന കമ്പനിയായി മാറി. യൂറോപ്പിലെ സമ്പന്നരുടെ പട്ടികയിൽ വിജയ് മല്യ 40-ാം സ്ഥാനത്തെത്തിയ വർഷമായിരുന്നു അത്. കിങ് ഫിഷർ എയർലൈൻസ് ലാഭത്തിലായിരുന്നില്ലെങ്കിലും വിമാനം ആരംഭിച്ച് ഒരു വർഷത്തിന് ശേഷം ഈ ഡൊമസ്റ്റിക് എയർലൈൻസ് ഒരു ഇന്റർനാഷണൽ എയർലൈനാക്കി മാറ്റാൻ വിജയ് മല്യ തീരുമാനിച്ചു. എന്നാൽ ഒരു വിമാനത്തിന് ഇന്റർനാഷണൽ വിമാനത്തിനുള്ള ലൈസൻസ് ലഭിക്കണമെങ്കിൽ ആ ഒരു ഡൊമസ്റ്റിക് എയർലൈനിന് 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 2005 കിങ് ഫിഷർ എയർലൈൻസ് സർവീസ് ആരംഭിച്ചത്. എന്നാൽ എയർ ഡെക്കാൻ സർവീസ് ആരംഭിച്ചത് 2003 അതായത് അവർക്ക് 4 വർഷത്തോളം എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എയർ ഡെക്കാൻ കിങ് ഫിഷർ വാങ്ങിയാൽ എയർ ഡെക്കാൻ്റെ എക്സ്പീരിയൻസിനെ തൻ്റെ എക്സ്പീരിയൻസ് ആക്കി കാണിക്കാൻ സാധിക്കുമെന്ന് വിജയ് മല്യ കണക്ക് കൂട്ടി.
അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ തനിക്ക് അതിനെ ഇന്റർനാഷണൽ എയർലൈൻസ് ആക്കി മാറ്റാൻ സാധിക്കുമെന്ന് അദ്ദേഹം വിചാരിച്ചു. അങ്ങനെ നഷ്ടത്തിലായിരുന്ന എയർ ഡെക്കാനെ 1000 കോടി രൂപ കൊടുത്ത് വിജയ് മല്യ വാങ്ങി. അതിനുശേഷം എയർ ഡെക്കാന്റെ പേര് വിജയ് മല്യ കിങ്ഫിഷർ ജെറ്റ് എന്നാക്കി മാറ്റി. ഈ വിമാനത്തിലും വിജയ് മല്യ കിങ്ഫിഷർ പോലുള്ള ആഡംബര സേവനങ്ങൾ യാത്രക്കാർക്ക് നൽകി. അതോടെ ആളുകൾ കിങ്ഫിഷറിനോടൊപ്പം എയർ ഡെക്കാനിലും യാത്ര ചെയ്യാൻ തുടങ്ങി. ഇത് കൂടാതെ അദ്ദേഹം വീണ്ടും ഒരു പുതിയ തീരുമാനം കൂടി എടുത്തു. അതുവരെ ടിക്കറ്റ് വില കുറച്ച് ഓടിയിരുന്ന തന്റെ വിമാനങ്ങളുടെ ടിക്കറ്റ് ചാർജ് നിരക്ക് വർദ്ധിപ്പിക്കാൻ വിജയ് മല്യ തീരുമാനിച്ചു. എന്നാൽ അവരുടെ ടാർഗറ്റ് മിഡിൽ ക്ലാസ് യാത്രക്കാരായിരുന്നു. ടിക്കറ്റ് ചാർജ് കൂട്ടിയതോടെ അവർ അതിൽ യാത്ര ചെയ്യാൻ മടിച്ചു. തുടർന്ന് കിങ്ഫിഷർ എയർലൈൻസ് നഷ്ടത്തിൽ പോകാൻ തുടങ്ങി. തന്റെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയാതെ അത്രയും സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് അദ്ദേഹം ചെന്നെത്തി. കിങ്ഫിഷർ ഇന്ത്യയിൽ ഏതാണ്ട് അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തി. എന്നാൽ തന്റെ അന്താരാഷ്ട്ര പ്രവർത്തനം വിജയിക്കുമെന്ന് വിജയ് മല്യ അപ്പോഴും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതിന് വിപരീതമാണ് സംഭവിച്ചത്. വിജയ് മല്യ തന്റെ അന്താരാഷ്ട്ര പ്രവർത്തനം ആരംഭിച്ച സമയത്ത് സാമ്പത്തിക മാന്ദ്യം ഉണ്ടായി. ലോകമെമ്പാട് ക്രൂഡ് ഓയിൽ വില വർദ്ധിച്ചു. ഈ മാന്ദ്യം കാരണം അദ്ദേഹത്തിന് അന്താരാഷ്ട്ര വിപണിയിൽ വലിയ നഷ്ടം നേരിടേണ്ടി വന്നു. തന്റെ എയർലൈനിലെ യാത്രക്കാരുടെ സംതൃപ്തിക്ക് നൽകിയ വാഗ്ദാനം പാലിക്കാൻ വേണ്ടി കമ്പനിക്ക് ബാങ്കുകളിൽ നിന്ന് തുടർച്ചയായിട്ട് വായ്പ എടുക്കേണ്ടി വന്നു. ഇത് കാരണം കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ കിങ്ഫിഷർ കമ്പനി പൂർണ്ണമായിട്ട് കടക്കണിയിലായി. വിജയ് മല്യ തന്റെ കമ്പനിയെ രക്ഷിക്കാൻ മാക്സിമം പരിശ്രമിച്ചു. അദ്ദേഹം ഒരു അന്താരാഷ്ട്ര നിക്ഷേപകനെ കണ്ടെത്തിയിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ അക്കാലത്ത് നേരിട്ടുള്ള വിദേശ നിക്ഷേപം, അതായത് FDI, ഇന്ത്യയിൽ നിയമവിധേയമായിരുന്നില്ല. FDI നിയമവിധേയമാക്കണമെന്ന് വിജയ് മല്യ സർക്കാരിനോട് അഭ്യർത്ഥിച്ചെങ്കിലും സർക്കാർ അത് ചെവിക്കൊണ്ടില്ല. ഈ സാഹചര്യത്തിൽ കിങ്ഫിഷർ എയർലൈനിലെ ജീവനക്കാർക്ക് 7 മാസമായി ശമ്പളം ലഭിക്കാത്തതിനാൽ അവർ പണിമുടക്കി. തുടർന്ന് 2012 ഒക്ടോബറിൽ കിങ്ഫിഷർ എയർലൈനും പൂർണ്ണമായിട്ടും അടച്ചുപൂട്ടി. 9,000 കോടിയോളം രൂപയുടെ വായ്പയാണ് വിജയ് മല്യയ്ക്ക് ബാങ്കുകളിൽ നിന്ന് അതുവരെ ലഭിച്ചത്. എന്നാൽ ഈ വായ്പാ പണം തിരികെ ലഭിക്കില്ലെന്ന് ബാങ്കുകൾക്ക് പോലും തോന്നി തുടങ്ങി. ബാങ്കുകൾ വിജയ് മല്യയുമായിട്ട് പല മീറ്റിങ്ങുകൾ നടത്തിയെങ്കിലും അതുകൊണ്ട് കാര്യമൊന്നും സംഭവിച്ചില്ല. പിന്നീട് നിരവധി ബാങ്കുകളെ പാപ്പരാക്കി 2016 വിജയ് മല്യ ലണ്ടനിലേക്ക് പലായനം ചെയ്തു. വിജയ് മല്യ പുറത്തേക്ക് പോകുന്നത് തടയാൻ അന്ന് ബാങ്കുകൾ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും അപ്പോഴേക്കും വിജയ് മല്യ മീറ്റിംഗിന്റെ പേരിൽ രാജ്യം വിട്ടിരുന്നു. അദ്ദേഹം പോയതിനു ശേഷം കള്ളപ്പണം വെളുപ്പിക്കൽ, ബാങ്ക് തട്ടിപ്പ് തുടങ്ങി നിരവധി കുറ്റങ്ങൾ ഇന്ത്യയിൽ അദ്ദേഹത്തിന്റെ മേൽ ചുമത്തി. ഇതോടൊപ്പം നിരവധി ബാങ്കുകളും അവരുടെ മാനേജർമാരും ഈ തട്ടിപ്പിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. കാരണം കിങ്ഫിഷർ കമ്പനി പൂർണ്ണമായും മുങ്ങിയപ്പോഴും ഒന്നും കാണാതെ ആ ബാങ്കുകൾ വിജയ് മല്യയ്ക്ക് കോടികളുടെ വായ്പകൾ നൽകിയിരുന്നു. കമ്പനി തകർച്ചയുടെ വക്കിലെത്തിയപ്പോൾ കിങ്ഫിഷർ എയർലൈനിന് 900 കോടി രൂപ വായ്പ നൽകിയതിന്റെ പേരിൽ IDBI ബാങ്കിന്റെ മാനേജർ പോലും ജയിലിലായിരുന്നു. അദ്ദേഹത്തിന് കടം കൊടുത്തവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയതോടെ നീതിപീഠം വിജയ് മല്യയുടെ സ്വത്തുക്കൾ ലേലത്തിൽ വിടാൻ ഉത്തരവിട്ടു. അതോടെ കിങ്ഫിഷർ വിമാനത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും രാജ്യത്തെ വിവിധ ഏജൻസികൾ വിജയ് മല്യയെ എങ്ങനെയെങ്കിലും ഇന്ത്യയിലെത്തിച്ച് ബാങ്കുകളുടെ വായ്പകൾ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുകയാണ്. വിജയ് മല്യയുടെ ഭൂരിഭാഗം സ്വത്തുക്കളും ബാങ്കുകൾ വിറ്റു. വിജയ് മല്യ വളരെ നല്ല ബിസിനസ്സുകാരനായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ചില തെറ്റായ തീരുമാനങ്ങളും അത്യാഗ്രഹവും അദ്ദേഹത്തിനെ പരാജയത്തിലേക്ക് എത്തിച്ചു. വിജയ് മല്യയുടെ ഈ കഥ നമുക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് ബാങ്കുകൾക്ക്, വലിയൊരു പാഠമാണ്. ഇതിൽ നിന്ന് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട്, ലോണ്, കടം വാങ്ങുന്നതിൽ തെറ്റില്ല. എന്നാൽ 9,000 കോടി രൂപ എന്നൊക്കെ പറയുന്നത് ഒരു വലിയ തുകയാണ്. നമ്മുടെ ബ്രാൻഡ് വാല്യൂ അനുസരിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ആസ്തി അനുസരിച്ചോ മാത്രം കടം വാങ്ങാൻ ശ്രമിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബിസിനസ് പരാജയപ്പെട്ടാലും നമുക്ക് എന്തെങ്കിലും ആസ്തി വിറ്റ് നമുക്ക് ആ കടം വീട്ടാൻ കഴിയും. രണ്ടാമതായി, നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണെന്നും അവരുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ ബിസിനസ് ചെയ്യണം. കിങ്ഫിഷർ എയർലൈൻസിന്റെ യാത്രക്കാർ ഭൂരിഭാഗവും മിഡിൽ ക്ലാസ് ആൾക്കാരായിരുന്നു. കുറഞ്ഞ ടിക്കറ്റ് നിരക്കിൽ വളരെ മികച്ച ഒരു യാത്രയായിരുന്നു അവർക്ക് കിട്ടിയിരുന്നത്. എന്നാൽ പെട്ടെന്ന് കമ്പനി ടിക്കറ്റ് ചാർജ് കൂട്ടിയതോടെ ആ കസ്റ്റമേഴ്സിനെ അവർക്ക് നഷ്ടമാവുകയായിരുന്നു. മൂന്നാമതായിട്ട്, ഡിസിഷൻ. ഒരു ബിസിനസ്സിൽ നിർണായകമായിട്ടുള്ള തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അത് നന്നായിട്ട് ആലോചിച്ച് മനസ്സിലാക്കി വേണം എടുക്കാൻ. മാത്രമല്ല, ബിസിനസ് നല്ലൊരു ലെവലിൽ എത്തിയ ശേഷം മാത്രം അടുത്ത ചൂട് വയ്ക്കണം. എന്നാൽ വിജയ് മല്യയുടെ തീരുമാനങ്ങളെല്ലാം വളരെ വേഗത്തിലായിരുന്നു. എയർലൈൻ ഇൻഡസ്ട്രിയിലേക്ക് പോകണമെന്ന് തീരുമാനമെടുത്തത് 1 വർഷം ആയപ്പോഴേക്കും അതിനെ ഇന്റർനാഷണൽ എയർലൈൻസ് ആയിട്ട് മാറ്റാൻ അദ്ദേഹം ശ്രമിച്ചു. അതും അദ്ദേഹത്തിന്റെ പരാജയങ്ങളിൽ ഒരു കാരണമായി. നാലാമതായിട്ട്, എംപ്ലോയീസ്. നമ്മൾ നമ്മുടെ ജീവനക്കാരെ വളരെ സന്തോഷമായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അവർ നമ്മുടെ കസ്റ്റമേഴ്സിനെയും ആ തൃപ്തികരമായിട്ട് തന്നെ നോക്കും. എന്നാൽ കിങ്ഫിഷർ എയർലൈൻസ് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാത്ത അവസ്ഥയിലെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് പോരാട്ടങ്ങളും സമരവും എല്ലാം ഉണ്ടായി. അങ്ങനെ കമ്പനിയുടെ ബ്രാൻഡ് വാല്യൂ നഷ്ടപ്പെട്ടു. ഇതിൽ നിന്നെല്ലാം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. പുതിയതായിട്ട് ബിസിനസ്സിൽ ഇറങ്ങുന്നവർക്ക് വിജയ് മല്യയുടെ കഥ ഒരു പാഠമാണ്. ഇത്തരത്തിൽ ബിസിനസ് നടത്തി പരാജയപ്പെട്ട് കടക്കണിയിലായിട്ടുള്ള ആരെങ്കിലും കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിലോ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിലോ
കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ വേണം. അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നത് വരെ ഗുഡ് ബൈ, ജയ് ഹിന്ദ്.